പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ വായിക്കുന്ന വചനം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 15 വായിക്കുമ്പോൾ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവിനെ പകരുവോളം തന്നെ. എപ്പോഴാണ് നമ്മുടെ മേൽ ആ ആത്മാവിനെ പകർന്നത്? യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പല ദൃഷ്ടാന്തങ്ങൾ ശിഷ്യന്മാർക്ക് കാട്ടിക്കൊടുത്തു. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുന്നേ യേശു പറയുവാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് മടങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 39 വായിക്കുമ്പോൾ പറയുകയാണ്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥന്മാരായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. എന്താണ് ആ വാഗ്ദത്തം? വാഗ്ദത്തം എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കർത്താവ് 1-ാം അധ്യായം അതിൻ്റെ 5 വായിക്കുമ്പോൾ പറയുവാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സ്നാനം നിങ്ങൾ യെരൂശലേം വിട്ട് മടങ്ങിപ്പോകാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ആയതിനു ശേഷം യേശുവിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം പറയുന്നത്, ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ പകരുവോളം തന്നെ. ആത്മാവ് നമ്മുടെ മേൽ പകർന്നാൽ മരുഭൂമി ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഏത് വരണ്ട അവസ്ഥയും നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. ഏത് വരണ്ട സാഹചര്യവും നമ്മുടെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകും. ആ സാഹചര്യം നമ്മുടെ ലൈഫിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്ത് ആത്മാവെന്ന വാഗ്ദത്തം നമ്മുടെ മേൽ പകർന്നത്. നമ്മുടെ ആ അവസ്ഥകൾ മാറുവാൻ വേണ്ടിയിട്ടാണ്. വരണ്ടിരിക്കുന്ന അവസ്ഥകൾ മാറുവാൻ വേണ്ടിയിട്ടാണ്. ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ മേൽ പകർന്നത്. ഇനി നമ്മൾ സാഹചര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി മാറും. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അതെപ്പോഴും പച്ചയായിരിക്കും. അതെപ്പോഴും വെള്ളം അതിന് ധാരാളമായി കിട്ടും. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മുടെ ലൈഫ് എപ്പോഴും പച്ചയായി മാറും, പച്ചപ്പുള്ളതായി മാറും. നമ്മുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ 120 പേരടങ്ങിയ സംഘം ആ മാളിക മുകളിൽ യേശുവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയാണ്. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയാൻ തുടങ്ങി. അഗ്നിനാവുകൾ പിളർന്നതുപോലെ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ചലിക്കുവാൻ തുടങ്ങി. അവർ അന്യഭാഷയിൽ സംസാരിക്കുവാനായി തുടങ്ങി. അവിടെ അവരുടെ ആ ആനന്ദം കണ്ട്, ആ ശബ്ദം കേട്ട്, ആ കൊടിയ ശബ്ദം കേട്ടിട്ട് പുറത്തു നിന്ന് പുരുഷാരം ഓടിക്കൂടി. അവർ അതിശയിച്ചു പോയി. ഇവിടെ ഇതെന്താ ഈ നടക്കുന്നത്? ഇവർ ഈ പുതുവീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവരെ പരിഹസിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് സഭകളിൽ ആരാധന നടക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആനന്ദത്താൽ നൃത്തം ചെയ്യും, നമ്മൾ ആരാധിക്കും.
ഇത് കണ്ടിട്ട് പുറത്തു നിന്ന് നോക്കുന്നവർ അന്നത്തെ കാലത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്ന് നോക്കുന്നവർ നമ്മളെ പരിഹസിക്കുകയാണ്. നമ്മുടെ മേൽ പകർന്ന ആ ആനന്ദം, ആ സന്തോഷം, ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ലൈഫിലെ സമാധാനം, അത് മറ്റുള്ളവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് ഈ വചനം വായിക്കുമ്പോൾ ഈ പുരുഷാരത്തിന് മനസ്സിലായില്ല. എന്നാൽ അത് അറിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നതല്ല. യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഇന്ന് ഇവിടെ സംഭവിച്ചത്. ആ വാഗ്ദത്തം അന്നത്തോടുകൂടി, ആ ബെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച ആ വാഗ്ദത്തം അന്നത്തോടുകൂടി തീർന്നു പോയിട്ടില്ല. അതിന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അവസാനിക്കത്തില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് ആർക്കും തടയുവാൻ കഴിയത്തില്ല. ആര് തടഞ്ഞാലും അത് നിൽക്കത്തില്ല. പെരുവെള്ള പാച്ചിൽ പോലെ അത് സകലവരുടെ മേലും സകല ജഡത്തിൻ്റെ മേലും ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് വിശ്വസിക്കുന്നവർക്ക് അത് ദൈവം അളവില്ലാതെ വണ്ണം തരുന്നതായിരിക്കും. ദാഹിക്കുന്നവർക്ക് അളവില്ലാതെ വണ്ണം ദൈവം ദാഹം തീർക്കുന്നത് വരെ ദൈവം നമുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ആത്മാവിന് വേണ്ടി ദാഹിച്ചാട്ടെ, ആ ആത്മാവിനെ കൊതിച്ചാട്ടെ. ദൈവം ധാരാളമായി നിങ്ങളുടെ ലൈഫിൽ അത് പകരട്ടെ. അത് പകർന്നാൽ ആ ലൈഫ് അത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതിലും അപ്പുറമാണ്. നമുക്ക് അളക്കുവാൻ കഴിയാത്തതിലും അപ്പുറമാണ്. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ആനന്ദം, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സന്തോഷം, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സമൃദ്ധി, അത് ആർക്കും തടുത്തു വയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവം അത് ധാരാളമായി നിങ്ങളുടെ ലൈഫിലേക്ക് അത് തരട്ടെ. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം അത് ദൈവം തന്നതാ, ദൈവം പറഞ്ഞതാ. അത് വിശ്വസിക്കുന്നവർക്ക് അതുപോലെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെ ജയഘോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ അത് നിങ്ങളുടെ ലൈഫിൽ ജയഘോഷമായി മാറട്ടെ.